ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു, സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ പാർട്ടിലേക്ക് പോകാം. ഇത് നമ്മുടെ 100ാമത്തെ പാർട്ടാണ്. നമ്മുടെ പാർട്ട് 100 പാർട്ട് കഴിഞ്ഞു. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇതിൽ കണ്ടു അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോറിയിലേക്ക് പോയാലോ? ചെറിയൊരു പാർട്ടാണ്, അപ്പോൾ നമുക്ക് പോവാം. സത്യം പറയുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ ഞാൻ ഈ കാര്യം മുത്തശ്ശിയോട് പറഞ്ഞു കൊടുക്കും. തൻ്റെ മുന്നിൽ തല കുനിച്ച് നിൽക്കുന്ന ആരുവിനെയും ശിവാനെയും നോക്കി ശിവ പറഞ്ഞു. അത് പിന്നെ ചെറിയൊരു കയ്യബദ്ധം, ഇനി അങ്ങനെ ഉണ്ടാവില്ല. ആരു വിനയ കുലീനമായി പറഞ്ഞു. നിങ്ങളുടെ എൻഗേജ്മെന്റ് പോലും കഴിയാതെ ഇങ്ങനെ, അപ്പോൾ ഒരു ലൈസൻസ് കിട്ടിയ എന്തായിരിക്കും അവസ്ഥ? ശിവ കൈ കെട്ടിയിരുന്നുകൊണ്ട് ചോദിച്ചു. സോറി അളിയ, പാതിരാത്രി ഡ്രൈവ് പോകണമെന്ന് പറഞ്ഞ് ഇവളാണ് നിർബന്ധിച്ചേ. കൂടെ പോയില്ലെങ്കിൽ ഇവിടെ എന്നെ തേച്ച് വേറെ വല്ല അമേരിക്കൻ സാഹിബിനെ കിട്ടുമെന്ന് പറഞ്ഞു. അതാ ഞാൻ ആ ദുർബല നിമിഷത്തിൽ കൂടെ പോയത്. അല്ല, ഞങ്ങൾ പുറത്തു പോയത് അളിയൻ എങ്ങനെ അറിഞ്ഞു? ആര് സംശയത്തോടെ ചോദിച്ചു. ഇവിടെ എന്ത് നടന്നാലും ഞാൻ അറിയും. നിങ്ങൾക്ക് അത്യാവശ്യമുള്ള സ്വാതന്ത്ര്യം ഈ വീട്ടിൽ തരുന്നുണ്ട്, അതിന് പുറമെ നൈറ്റ് ഡ്രൈവ് ഒന്നും വേണ്ട. അത് നിങ്ങളുടെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ല, ഈ നാട് അത്ര ശരിയല്ല. രാത്രി ഒരു പെൺകുട്ടിയെ കൊണ്ട് പുറത്തൊറ്റയ്ക്ക് പോയി എന്തെങ്കിലും സംഭവിച്ചാൽ സഹായിക്കാൻ പോലും ആരും ഉണ്ടായിന്ന് വരില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ശിവ അവർ രണ്ടുപേരെയും മാറി മാറി നോക്കി. അവർ ശരി എന്ന രീതിയിൽ തലയാട്ടി. ഇവൾക്ക് വരണമെന്നെല്ലാം ഉണ്ടായേ. നീ എന്നെ മാത്രം അങ്ങനെ കുറ്റക്കാരിയാക്കണ്ടായിരുന്നോ? നീ എന്താ പറഞ്ഞേ? ഇന്നലെ നീ എൻ്റെ കൂടെ വരണമെങ്കിൽ ഞാൻ നിനക്ക് ഉമ്മ തരണമെന്ന്. ബാക്കി പറയുന്നതിന് മുമ്പ് ആരും അവളുടെ വാപ്പൊത്തി പിടിച്ചു. അതൊന്നുമില്ല അളിയാ, ഇന്നലെ ഞങ്ങളെ ഒന്ന് പുറത്തു പോയപ്പോൾ ഒരു പാവ ഉമ്മയെ കണ്ടിരുന്നു, അതിനെക്കുറിച്ച് ഇവള് പറഞ്ഞേ. അത് കേട്ട് ശിവ അവനൊന്ന് തറപ്പിച്ച് നോക്കി. അളിയനെ ഇവിടെ ബംഗാളത്ത് ഇവിടെ വന്ന് നിൽക്കാതെ റൂമിൽ പോയി കിടക്കാൻ നോക്ക്, കുഞ്ഞണീറ്റ് കാണും. അത് പറഞ്ഞ ആരും ശിവയെ അകത്തേക്ക് പറഞ്ഞയച്ചു. നമ്മൾ ഇന്നലെ ഏതുമ്മയെ കാണാൻ പോയായിരുന്നവേ? എനിക്ക് ഓർമ്മയില്ലല്ലോ. ശിവാനി കാര്യമായ ആലോചന ചോദിച്ചു. ഉമ്മേലടി നിന്റെ വാപ്പയാ? വാപ്പാന്ന് പറഞ്ഞ ഡാഡിയല്ലേ? അതിന് ഡാഡി യുഎസിലാണല്ലോ, പിന്നെങ്ങനെയാ ഇവിടെ കാണണേ? അവൾ നിഷ്കളങ്കമായി ചോദിച്ചു. സ്വന്തം അച്ഛനെത്ത് വിളിച്ചാന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും നീ പൊട്ടിക്ക് കൊടുത്തില്ലാലോ ദൈവമേ. എന്നെ പൊട്ടീനെങ്ങാനും വിളിച്ചാണ്ടല്ലോ, പിന്നല്ലാതെ നിന്നെ ബുദ്ധിമതിന്ന് വിളിക്കണോ? നീ അളിയനോട് എന്തിനാ ഉമ്മയുടെ കാര്യമൊക്കെ പറഞ്ഞേ? അത് ഞാനങ്ങ ഒരു ഫ്ലോയിൽ പറഞ്ഞതാ. അവളുടെ അമ്മൂമ്മയുടെ ഒരു ഫ്ലോ എന്നിപ്പോ ഫ്ലോറിൽ നിന്ന് അടിച്ചെടുക്കണ്ട വന്നേനെ. നീ ആ മസിലളിയന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ച് തന്നെ അടങ്ങുള്ളല്ലേ. സോറി അർണവ്, ഐ എം റിയലി സോറി. അത് കേട്ടത് ആരും അവളുടെ കൈ പിടിച്ച് തിരിച്ചു. നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ പേരെടുത്ത് വിളിക്കരുതെന്ന്? അയ്യോ വീട്ട്, ഞാൻ അറിയാതെ വിളിച്ചത്, ഇനി വിളിക്കില്ല. ശിവാനി കരഞ്ഞോണ്ട് പറഞ്ഞു. അത് കേട്ട് ആര് കയ്യിലെ പിടിവിട്ടു. ശിവാനി പെട്ടെന്ന് അവനെ പിന്നിലേക്ക് തള്ളി അകത്തേക്ക് ഓടി. എടാ അർണവേ, ഇനിയും ഞാൻ നിന്റെ പേര് വിളിക്കൂടാ പട്ടി. അർണവേ അർണവേ അർണവേ. ശിവാനി അവനെ പിന്നിൽ നിന്നും വരുന്നതിന് മുമ്പേ റൂമിൽ കയറി വാതിലടച്ചു. പാറുണ കണ്ണു തുറന്നു നോക്കുമ്പോൾ ശിവ അരികിലും ഉണ്ടായിരുന്നില്ല. ഇന്നലത്തെ കാര്യങ്ങൾ ഓർത്തപ്പോൾ മുഖത്തെന്തോ പുഞ്ചിരി തെളിഞ്ഞു. ഒപ്പം അവനെ ഫേസ് ചെയ്യാനുള്ള ഒരു മടിയും. പാറുണ ബെഡിൽ നിന്ന് എണീക്കാൻ നിന്നതും ശിവ റൂം തുറന്നകത്തേക്ക് വന്നു. അത് കണ്ട് പാറുണ ബെഡിൽ തന്നെ കണ്ണടച്ച് കിടന്നു. ശിവ വന്ന കുഞ്ഞിനെ തൊട്ടിയെന്നെടുത്ത് പാറുണയുടെ അരികിലായി കിടത്തി. ശേഷം കുഞ്ഞിന്റെ അപ്പുറത്തായി അവനും കിടന്നു. ഇരു കൈകൾ കൊണ്ടും കുഞ്ഞിനെയും പാറുണയും തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. നീ എന്തിനടി കള്ള ഉറക്കം നടിക്കണേ? എനിക്കറിയുന്ന ഉറക്കത്തിലല്ല എന്ന് ശിവ അവളെ നോക്കി പറഞ്ഞു. പക്ഷെ പാറുണ കണ്ണു തുറക്കാതെ കിടന്നു. നീ കള്ളി, കണ്ണു തുറക്കാൻ. ശിവ അവളുടെ ടോപ്പിലൂടെ ഉള്ളിലൂടെ കൈയിട്ട് അവളുടെ ഇടുപ്പിലായി നുള്ളി. അവന്റെ സ്പർശനം അറിഞ്ഞതും പാറുണ ബെഡിൽ നിന്ന് ചാടി എണീറ്റു. അവിടെ കിടക്കടി. ശിവ അവളുടെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് ബെഡിലേക്ക് തന്നെ കിടത്തി. എനിക്ക് പോകണം ശിവ. നിനക്ക് പോവാൻ എന്താ അത്ര തിരക്ക്? അവളെ ഇറുക്കെ പിടിച്ചോണ്ട് പറഞ്ഞു. ഒരു നിമിഷം അവളുടെ കണ്ണുകൾ തമ്മിൽ കോർത്തു. അവന്റെ ആ നോട്ടം, ചുണ്ടിലെ പുഞ്ചിരി, ആ ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് ആഴ്ന്നിറങ്ങുന്ന പോലെ പാറുണയ്ക്ക് തോന്നി. കുഞ്ഞിന്റെ കരച്ചിലാണ് അവരെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നത്. അച്ഛയുടെ കുഞ്ഞി പെണ്ണെണീറ്റോ? ശിവ ബെഡിൽ എണീറ്റിരുന്നോണ്ട് കുഞ്ഞിനെ എടുത്തു. അച്ഛയുടെ കുഞ്ഞു വാവയ്ക്ക് സങ്കടം വന്നു. അവൻ കുഞ്ഞിനെ കയ്യിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവളുടെ കഴുത്തിൽ മുഖം കൊണ്ട് ഇക്കിളിയാക്കി. അതോടെ കുഞ്ഞ് ചിരിക്കാൻ തുടങ്ങി.
അച്ഛൻ്റെയും മകളുടെയും കളിച്ചിരികൾ കണ്ട് പാർവണ ഒരു ചിരിയോടെ ബെഡിൽ നിന്ന് എണീറ്റു. കബോർഡിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് ബാത്റൂമിലേക്ക് പോയി. പാർവണ കുളിച്ചിറങ്ങുമ്പോൾ ശിവ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ്. പാർവണയെ കണ്ടത് അവൻ ഒന്ന് പുഞ്ചിരിച്ചു. തിരിച്ചു പാർവണയും. അവൾ തലകർത്തിക്കൊണ്ട് കണ്ണാടിക്ക് മുന്നിൽ വന്നിരുന്നു. ആദ്യം നോട്ടം ചെന്നെത്തിയത് ടേബിളിന് മുകളിലുള്ള സിന്ദൂര ചെപ്പിലാണ്. അവൾ കുറച്ച് സിന്ദൂരം എടുത്ത് കയ്യിൽ പിടിച്ചു. ഈ സിന്ദൂരം നെറ്റി ചാർത്തിയിട്ട് 1.5 വർഷം കഴിഞ്ഞിരിക്കുന്നു. കുഞ്ഞിനെ കളിപ്പിക്കുന്ന ശിവയെ കാണുന്ന ചെപ്പും പിടിച്ച് എന്തോ ആലോചിച്ച് നിൽക്കുന്ന പാർവണയാണ്. ശിവ കുഞ്ഞിനെയും കയ്യിൽ പിടിച്ച പാർവണയുടെ അരികിലേക്ക് നടന്നു. ഒരു കൈ കൊണ്ട് കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ശിവ പാർവണയുടെ കയ്യിൽ നിന്നു ആ കുങ്കുമച്ചിപ്പ് വാങ്ങിച്ചു. അതിൻ്റെ അടപ്പ് തുറന്ന് അവൻ ഒരു നുള്ളു സിന്ദൂരം എടുത്ത് അവളുടെ നെറുകയിൽ ചാർത്തി. പാർവണ കണ്ണുകൾ അടച്ചത് സ്വീകരിച്ചു. സന്തോഷം കൊണ്ട് അവളുടെ മനസ്സും കണ്ണും നിറഞ്ഞു. ഓ, കണ്ണീർ ടാങ്ക് തുറന്നു. എന്തിനാണ് നീ ഇങ്ങനെ വെറുതെ കരയണേ? ശിവ അവളുടെ കണ്ണീർ തുറച്ചുകൊണ്ട് അവൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഈ സിന്ദൂരം എൻ്റെ മരണം വരെ നിന്റെ നെറുകയിലുണ്ടായിരിക്കണം. പിന്നെ നീ കരയുന്നത് മാത്രം എനിക്ക് സഹിക്കില്ലടി. അതുകൊണ്ട് ഇങ്ങനെ കരയില്ലടി. ശിവ അത് പറഞ്ഞതും പാർവണ കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്തു. ശിവ ഒരു കൈ കൊണ്ട് കുഞ്ഞിനെയും മറു കൈ കൊണ്ട് പാർവണയും ചേർത്ത് പിടിച്ചു. 2 നിമിഷം കണ്ണുകൾ അടച്ച് അവൻ അങ്ങനെ തന്നെ നിന്നു. ഇങ്ങനെ കരയല്ല കുഞ്ഞ്. ഇപ്പം നീ കരയാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഒരു വഴക്ക് പോലും പറയാതെ എന്തിനെങ്ങനെ കരയണേ? ശിവ അവളുടെ മുഖം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. എന്നെ ഒന്നും വഴക്ക് പോലും പറയാതിരിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ സങ്കടം. അങ്ങനെ ഇത്ര സങ്കടപ്പെടുത്തി, എന്നിട്ട് നീ എന്നെ സ്നേഹിക്കുക മാത്രമല്ലേ ചെയ്ത്? എൻ്റെ കുഞ്ഞിനെ പോലെ ഞാൻ. അത് മുഴുവൻ പറയുന്നതിന് മുമ്പേ ശിവ തടഞ്ഞു. എൻ്റെ കുഞ്ഞ് പഴയതൊന്നും ആലോചിച്ച് സങ്കടപ്പെടണ്ട. സമയം ഒരുപാടായി. താഴെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ടാവും. താഴേക്ക് ചെല്ല്. ഇനി അവിടെ നിന്നാൽ സീൻ സെൻഡിയാവുമെന്ന് അറിയാവുന്നതുകൊണ്ട് ശിവ അവളെ താഴേക്ക് പറഞ്ഞയച്ചു. രാവിലത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും പാർവണയും അച്ഛനും അമ്മയും തിരികെ വീട്ടിലേക്ക് പോയി. നാളെ മുത്തശ്ശിയും ഭദ്രയും അമ്മുവും തിരിച്ചു പോവും. 2 ആഴ്ച കഴിഞ്ഞാൽ ഭദ്രയുടെ അമ്മുവിൻ്റെയും വിവാഹമാണ്. അച്ഛനും അമ്മയും പോയതും പാർവണ കുഞ്ഞിനെയും കൊണ്ട് റൂമിലേക്ക് നടന്നു. പിന്നാലെ ശിവാനി, അമ്മു, രശ്മിയും ഉണ്ടായിരുന്നു. പാർവണ കുഞ്ഞിനെയും കുളിപ്പിച്ചു കഴിഞ്ഞ് ബെഡിൽ കൊണ്ടുവന്ന് കിടത്തി. കുഞ്ഞിന് ചുറ്റുമായി തന്നെ ശിവാനി, അമ്മു, രശ്മി ഇരിക്കുന്നുണ്ട്. ചേച്ചി, ഇന്ന് ഞാൻ വാവയെ ഒരുക്കട്ടെ പ്ലീസ്? ശിവാനി പാർവണയോടായി ചോദിച്ചു. ശരി, ഞാൻ കുഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വരാട്ടോ. അത് പറഞ്ഞ് പാർവണ ബാത്റൂമിലേക്ക് പോയി. ഡ്രസ്സെല്ലാം കഴുകി ബാത്റൂമിൽ തന്നെയുള്ള സ്റ്റാൻഡിൽ വിരിച്ചിട്ടു. തിരിച്ച് റൂമിലേക്ക് വരുമ്പോഴേക്കും ശിവയും മുത്തശ്ശിയും ദേവും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ദേവു എന്തൊക്കെയോ ടേബിളിൽ ഒതുക്കി വെക്കുകയായിരുന്നു. പാറുമോളങ്ങ് വാ. മുത്തശ്ശി അവളെ അരികിലേക്ക് വിരിച്ചു വരുത്തി. ഇതൊക്കെ മോൾക്ക് കഴിക്കാനുള്ള കഷായം ലേഹ്യാണ്, മുത്തശ്ശി ടേബിളിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഇതൊക്കെ എനിക്കെന്തിനാ മുത്തശ്ശി? ഇതൊക്കെ പ്രസവം കഴിഞ്ഞ് കഴിക്കേണ്ട മരുന്നുകളായിരുന്നു. മോളുടെ പ്രസവരക്ഷയൊന്നും നടത്തിയിട്ടില്ലല്ലോ, അതുകൊണ്ട് നാട്ടിലെ വൈദ്യന്മാരോട് പറഞ്ഞ് പ്രത്യേകം ഉണ്ടാക്കിച്ചതാണ്. എനിക്കിതൊന്നും ഇഷ്ടമല്ല മുത്തശ്ശി. പിന്നെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് അപ്പുറത്തെ ഫ്ലാറ്റിൽ ആൻറ്റി ഇതേപോലെ എന്തൊക്കെയോ മരുന്നുകൾ കൊണ്ടുവന്നു വന്നിരുന്നു. അത് ശരിയാണ്, പക്ഷെ അതിലൊരു മരുന്ന് പോലും ചേച്ചി കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആ മരുന്നുകൾ ഇപ്പോഴും ചേച്ചിയുടെ റൂമിലെ റാക്കിൽ ഇരിക്കുന്നുണ്ട്, രശ്മി അവളെ നോക്കി പറഞ്ഞു. പ്ലീസ് മുത്തശ്ശി, എനിക്ക് ഇതൊന്നും ഇഷ്ടമല്ല, അവൾ മുത്തശ്ശിയോട് അപേക്ഷാപൂർവ്വം പറഞ്ഞു. അയ്യടി മോളെ, നീ അങ്ങനെ രക്ഷപ്പെടണ്ട. ഞാനിങ്ങനെ ഓരോ മരുന്നുകൾ ഇഷ്ടമില്ലാതെ കഴിക്കുന്നുണ്ടല്ലോ. ദേവേട്ടൻ നിർബന്ധിച്ച് എന്നെ കൊണ്ട് കഴിപ്പിക്കും. അപ്പൊ നീയും കഴിക്കണം തുമ്പി, ദേവു അവളെ നോക്കി പറഞ്ഞു. ഇനി ഒരു തർക്കം വേണ്ട മോനെ കണ്ണ, ഇവിടെ ഇതെല്ലാം കഴിപ്പിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ്, ശിവയെ നോക്കി മുത്തശ്ശി പറഞ്ഞു. ശിവ ഏറ്റവും രീതി തലയാട്ടി. എല്ലാവരും ഒന്ന് താഴേക്ക് വാ, കുഞ്ഞുറങ്ങിക്കോട്ടെ. മുത്തശ്ശി എല്ലാവരെയും വിളിച്ച് താഴേക്ക് പോയി. ശിവ ടവലെടുത്ത് കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറിയതും പാർവണ കുഞ്ഞിന് പാല് കൊടുത്തു. ശിവ കുളിച്ചിറങ്ങുമ്പോൾ പാർവണ കുഞ്ഞിനെ കളിപ്പിച്ചിരിക്കുകയാണ്. അവൾ നേരെ ബെഡിൽ വന്നിരുന്നു. ആ ചെടവ, അവ കുളിച്ച് ചുഞ്ചിരിയായല്ലോ, അവൻ കുഞ്ഞിന്റെ കവിളിൽ ഉമ്മ പറഞ്ഞു. ശിവയെ കണ്ടതും കുഞ്ഞ് സന്തോഷം കൊണ്ട് കൈയും കാലും ഇളക്കി ചിരിക്കാൻ തുടങ്ങി. എന്താടി കള്ളിപ്പെണ്ണ ചിരിക്കണേ, എന്തിനാ ചിരിക്കണേന്ന് അവൻ തന്റെ മുഖം കുഞ്ഞിന്റെ വയറിൽ ഉരസിയതും കുഞ്ഞിപ്പെണ്ണ് കുലുങ്ങി ചിരിക്കാൻ തുടങ്ങി. എനിക്കകത്തേക്ക് വരാവോ? ആരു തലവാതിലിനോടെ ഇട്ടുകൊണ്ട് ചോദിച്ചു. കൂടെ ശിവാനി ഉണ്ടായിരുന്നു. കയറുവാടാളിയ, എന്തിനെങ്ങനെ ഒരു ചോദ്യം?
അത് കേട്ട് അവർ രണ്ടുപേരും അകത്തേക്ക് വന്ന് കുഞ്ഞിന്റെ അരികിലിരുന്നു. നോക്കാറിന് വേട്ട, കുഞ്ഞിന്റെ മേക്കപ്പ് സൂപ്പർ അല്ലേ, ഞാനാണ് കണ്ണെഴുതി കൊടുത്തേ. ശിവാനിയുടെ വിളി കേട്ട് പാറുണ അന്തമിട്ട് ആരുവിനെ നോക്കി. ആരും മറുപടിയായി ഒന്ന് ചിരിച്ചു കാണിച്ചു. അപ്പൊ ഞാനറിയാതെ അണ്ടർഗ്രൗണ്ടിലൂടെ ഇങ്ങനെയൊരു ലൈൻ വലി ഉണ്ടായിരുന്നു അല്ലേ? അത് പിന്നെ ചെറുതായിട്ട്, പക്ഷെ ഇവിടെ ആർക്കും അറിയില്ല. ഇനി നീയായിട്ട് അത് ഫ്ലാഷ് ആക്കരുത്, ആരും അപേക്ഷാപൂർവം പറഞ്ഞു. കേട്ട് പാറുണ ശിവയൊന്ന് നോക്കി. അളിയനെല്ലാം അറിയാൻ തുമ്പി, അളിയനാണ് ഞങ്ങൾക്കിടയിലെ ഹംസം. പാറുണയുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ ആര് പറഞ്ഞു. നിന്റെ ഒരു ഹംസം മിണ്ടാതിരുന്ന അവിടെ, ഇന്നലത്തെ കാര്യം ഞാൻ മറന്നിട്ടില്ല. ശിവ കണ്ണുറ്റി പറഞ്ഞു. ശിവാനി ആരും 32 പല്ലും കാണിച്ച് ചിരിച്ചു. ഒന്നും മനസ്സിലാവാതെ കിളി പോയ പോലെ ഇരിക്കായിരുന്നു പാറുണ. ഇന്നലെ രാത്രി നീ എന്തോ കണ്ട് പേടിച്ചില്ലേ? അതേ വരായിരുന്നു. 2 നൈറ്റ് ഡ്രൈവ് എല്ലാം കഴിഞ്ഞു വരുന്ന വഴിയായിരുന്നു. ശിവ പറയുന്നത് കേട്ട് പാറുണ അവരെ ഇരുവരെയും മാറി മാറി നോക്കിയായിരുന്നു വേട്ട. ദച്ചുമോളെ കാണാൻ ശരിക്കും കണ്ണെണ്ണ പോലെ ഉണ്ടല്ലേ? ശിവാനി വിഷയം മാറ്റാനേ പറഞ്ഞു. അതെ, ശരിക്കും അളിയൻ തന്നെ. അതേ കണ്ണ്, അതേ മൂക്ക്, അതേ ചിരി, കഴുത്തിലെ ആ കാക്കപ്പുള്ളി പോലെ അതേപോലെ. ആരും ഏറ്റുപിടിച്ചു. അവർ പറയുന്ന കേട്ട് ശിവയും പാറുണയും പരസ്പരം ഒന്ന് നോക്കി. രാത്രി ഭക്ഷണം എല്ലാം കഴിച്ച് എല്ലാവരും ഹാളിൽ ഇരിക്കുന്നുണ്ട്. ഭദ്രയുടെ പാട്ട് കേൾക്കാനാണ് എല്ലാവരും ഇരിക്കുന്നത്. ശിവ മാത്രം കുഞ്ഞിനെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഭദ്ര ഗിറ്റാറിന്റെ സ്ട്രിങ് അഡ്ജസ്റ്റ് ചെയ്ത് പാട്ട് പാടാൻ റെഡിയായി. അവന്റെ പാട്ട് കേൾക്കാനായി എല്ലാവരും തയ്യാറായിരുന്നു. ഏതോ ഒരു ഹിന്ദി പാട്ട് പാടി. പാട്ടിന് കാതോർക്കിരുമ്പോഴും പാർവണിയുടെ ചിന്തകൾ ഭൂതകാലത്തേക്ക് സഞ്ചരിച്ചിരുന്നു. ശിവയെ കണ്ടുമുട്ടിയത് മുതൽ അന്നു വരെയുള്ള കാര്യങ്ങൾ പാർവണിയുടെ മനസ്സിലൂടെ കടന്നുപോയി. ഒപ്പം ചുണ്ടിൽ ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു. പെട്ടെന്ന് തനിക്ക് പരിചിതമായ സ്വരം കേട്ടത് അവൾ സ്വഭാവത്തിലേക്ക് വന്നു. പാട്ട് പാടുന്ന ശിവ. അവൻ പാടുന്നതിനനുസരിച്ച് ബദ്രി ഗിറ്റാറിൽ പ്ലേ ചെയ്യുന്നുണ്ട്. അത് കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. അപ്പോൾ ഇന്നത്തെ പാർട്ടി കഴിഞ്ഞു. നിങ്ങൾക്ക് റേറ്റിങ്ങും കമൻ്റൊക്കെ തരാൻ നല്ല മടിയാണല്ലേ പിള്ളേരെ? എന്താ ഇങ്ങനെ? കഷ്ടമുണ്ട് കേട്ടാ. ഇനി 2-3 പാർട്ടും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റോറി അവസാനിക്കും. അപ്പം നിങ്ങൾക്ക് കമൻ്റ് ഇട്ടൂടെ? എത്ര തിരക്കിനിടയിലാണ് ഞാൻ ഈ ടൈപ്പ് ചെയ്യണേ, ഞാൻ റെക്കോർഡ് ചെയ്യണേന്ന് അറിയാമോ? എന്നിട്ടും നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. ഇനി മുതൽ ഞാൻ പുതിയൊരു തീരുമാനം എടുക്കുക. റേറ്റിംഗ് തന്നാൽ മാത്രമേ ഞാൻ ഇനി അടുത്ത പാർട്ട് പോസ്റ്റ് ചെയ്യുള്ളൂ. വൈകുന്നേരം ആയിക്കഴിഞ്ഞ് ഞാൻ ഫോണും ഇങ്ങനെ എടുത്ത് കുത്തിയിരിക്കുമ്പോഴേ എൻ്റെ പോരാളിയുടെ വായിലിരുന്ന് കേൾക്കണം, മുഴുവൻ ഞാൻ കേൾക്കണം. എന്നിട്ടും ഞാൻ കഷ്ടപ്പെട്ട് സ്റ്റോറി റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യണില്ലേ, എന്നിട്ടും നിങ്ങൾ കമൻ്റ് ഇടാതിരിക്കുമ്പോൾ നല്ല വിഷമമുണ്ട് കേട്ടോ. എന്നാൽ ഓക്കെ, ബൈ.